കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് DGP. സിറ്റി റൂറൽ പരിധികളുടെ DYSP മുതലുള്ള ഓഫീസർമാർക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശമുണ്ട്. TP കേസ് പ്രതിയായ കൊടിസുനിയുടെ മദ്യപാന വിവാദത്തിനിടെയാണ് DGP റവാഡ ചന്ദ്രശേഖർ കണ്ണൂരിലെത്തിയത്. ഇന്ന് 2 മണിക്ക് ജില്ലാ പോലീസ് ആസ്ഥാനത്താണ് യോഗം. സുനിൽ ഐസക് വിവരങ്ങളുമായി ചേരുന്നു. സുനിൽ, എന്താണ് ഈ യോഗത്തിന്റെ ഉദ്ദേശം? ജിംസ്, ഇന്ന് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ആണ് DGP കണ്ണൂരിലെത്തുന്നത്. ലയൺസ് ക്ലബ് സംഘടിപ്പിക്കുന്ന പരിപാടി വൈകിട്ട് 4 മണിക്കാണ്. ഉച്ചയോടുകൂടി DGP കണ്ണൂരിലെത്തും. അതിനു മുമ്പാണ് ഇപ്പോൾ 2 മണിക്ക് ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂർ റൂറൽ സിറ്റി പരിധിയിലുള്ള മുഴുവൻ DYSPമാർ മുതൽ മുകളിലേക്കുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരോടും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതായത് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത്. നമുക്കറിയാവുന്നതുപോലെ കൊടിസുനി അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ നിലവിൽ പോലീസിന് മുന്നിലുണ്ട്. അതായത് കൊടിസുനിയുടെ പരസ്യ മദ്യപാനത്തിൽ കേസെടുക്കണമെന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അതിനെതിരെ വലിയ വിമർശനം പോലീസ് നേരെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. നിയമോപദേശം ലഭിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം എന്നാണ് ഇന്നലെ കമ്മീഷണറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത്തരം വിവാദ വിഷയങ്ങളുണ്ട്. ജയിലിൽ നിന്ന് TP കേസ് പ്രതികളെ ആളുകളെ എസ്കോർട്ടിനെ പോലീസുകാരെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് തീരെ ജൂനിയറായ ഉദ്യോഗസ്ഥരെ CPOമാരെയൊക്കെയാണ് ഇത്തരത്തിൽ ഡ്യൂട്ടിക്ക് വിടുന്നത്, എസ്കോർട്ട് ഡ്യൂട്ടിക്ക്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ കൊടിസുനി അടക്കമുള്ള ക്രിമിനലുകൾ വല്ലാതെ ഈ കോടതികളിലേക്ക് മറ്റും പോകുന്ന വഴികളിൽ മദ്യപാനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്, മയക്കുമരുന്നുകളും മറ്റും ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 മണിക്ക് ഇത്തരത്തിലൊരു പ്രത്യേക യോഗം DGP വിളിച്ചു ചേർത്തിരിക്കുന്നത്.